കർക്കിടക വാവു ബലി പ്രാധാന്യം 2025 ജൂലൈ 24 കർക്കിടകം 8 ഈ തീയതിയിലാണ് ഈ വർഷത്തെ കർക്കിടക വാവ് ദിനം. പിതൃക്കളുടെ ആത്മാവിനെ ബലി നൽകി കുടുംബത്തിന് ഐശ്വര്യം, അഭിവൃദ്ധി എന്നിവ നേടുവാൻ വർഷങ്ങളായി പിന്തുടരുന്ന വലിയ ഒരു ആചാരമാണ് കർക്കിടക വാവുബലി. കർക്കിടക വാവുബലിയുടെ പ്രത്യേകത എന്തെന്നാൽ നമ്മുടെ കുടുംബത്ത് ജനിച്ചു മരിച്ച എല്ലാവർക്കും ചേർത്താണ് ഈ ബലി ഇടുന്നത്. അറിയാവുന്നവർക്കും നമുക്കറിയാൻ പാടില്ലാത്ത നമ്മുടെ പിതൃക്കൾക്കും മോക്ഷപ്രാപ്തിക്കും കുടുംബത്തിന്റെ സർവ ഐശ്വര്യത്തിനും പ്രധാനമാണ് കർക്കിടക വാവുബലി. ദക്ഷിണായനത്തിലെ ഏറ്റവും പ്രാധാന്യവും ആദ്യത്തെ വാവുമാണ് കർക്കിടക വാവ്. പിതൃക്കൾ ഭൂമിയിൽ എത്തുന്നു എന്നാണ് വിശ്വാസം. ഒരു കുടുംബത്തിലെ ഒരാൾ ഇട്ടാൽ മതിയാകും വാവുബലി. 21 തലമുറയിൽപ്പെട്ടവർക്ക് മോക്ഷം ലഭിക്കും എന്നതാണ് സങ്കല്പം. കർക്കിടക ബലിയിടുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണ് തിരുവല്ലം, തിരുനെല്ലി എന്നീ ക്ഷേത്രങ്ങൾ. കർക്കിടക ബലി അർപ്പിക്കുമ്പോൾ പൂർണ്ണ ഫലപ്രാപ്തിക്കായി ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പിതൃക്കൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിനമാണ് കർക്കിടക മാസത്തിലെ വാവുദിനം. ഈ ദിവസം ബലിയിടുന്നത് കൊണ്ട് നമുക്ക് നന്മകളും ഐശ്വര്യങ്ങളും കിട്ടുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ പൂർണ്ണമായും ഇവ ലഭ്യമാകണമെങ്കിൽ പാലിക്കേണ്ട ചില ചിട്ടവട്ടങ്ങളുണ്ട്. പിതൃക്കളുടെ ശക്തി നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും ഐശ്വര്യവും കുടുംബത്തിൽ മൊത്തത്തിൽ അഭിവൃദ്ധിയും കൊണ്ടുവരും. ഈ വർഷം 2025 ജൂലൈ 24 വ്യാഴാഴ്ചയാണ് കർക്കിടക വാവായി ആചരിക്കുന്നത്. അതിനു തലേന്ന് തന്നെ, അതായത് ജൂലൈ 23 ബുധനാഴ്ച തന്നെ തയ്യാറെടുപ്പ് തുടങ്ങണം. അന്ന് വ്രതശുദ്ധിയോടെ ഒരിക്കൽ ആചരിക്കണം. അതായത് അരി കൊണ്ടുള്ള ആഹാരം ഒരു നേരം മാത്രമേ ഭക്ഷിക്കുവാൻ പാടുള്ളൂ. അരി കൊണ്ടുള്ള ആഹാരം എന്ന് പറയുമ്പോൾ പച്ചരി കൊണ്ടുള്ള ആഹാരം ഉപയോഗിക്കുന്നതാണ് ഉത്തമം. പുഴുങ്ങലരിയല്ല, പച്ചരി. പച്ചരി വെച്ചുള്ള ചോറ് അഥവാ ദോശ, ഇഡലി, പുട്ട് ആദിയായ ആഹാര സാധനങ്ങൾ ഉപയോഗിക്കാം. പക്ഷേ അത് ആ ദിവസം ഒരു നേരം മാത്രമേ ഭക്ഷിക്കുവാൻ പാടുള്ളൂ. മറ്റു സമയങ്ങളിൽ പയർ പുഴുങ്ങിയതോ പാലോ ഏത്തപ്പഴമോ ഭക്ഷിച്ച് വിശപ്പകറ്റാവുന്നതാണ്. 23-ന് 2 നേരവും ക്ഷേത്ര ദർശനം നടത്തണം. വഴിപാടുകൾ ചെയ്ത് മനസ്സും ശരീരവും അർപ്പിച്ചു വേണം പ്രാർത്ഥിക്കാൻ. കുടുംബക്ഷേത്ര ദർശനം സാധ്യമാകുമെങ്കിൽ അത് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. അന്നേ ദിവസം ഒരു കാരണവശാലും മത്സ്യമാംസാദികൾ ഭക്ഷിക്കുവാൻ പാടില്ല. മനസ്സും ശരീരവും ശുദ്ധമായി സൂക്ഷിക്കുക. മദ്യം, പുകവലി, മറ്റു ലഹരി പദാർത്ഥങ്ങൾ എന്നിവയുടെ ഉപയോഗം പാടില്ല. മനസ്സിൽ ദുശ്ചിന്തകൾ ഒന്നും തന്നെ പാടില്ല. ആരോടും കലഹിക്കുവാനോ ദുർവിചാരങ്ങളോ പാടില്ല. മറ്റുള്ളവരെ ദുഷിച്ച് സംസാരിക്കാതിരിക്കുക. എപ്പോഴും ഈശ്വര വിചാരവും സത്ചിന്തകളുമായി മനസ്സ് ശുദ്ധമാക്കി വെക്കുക. ഉറങ്ങുവാൻ നിലത്ത് പായ വിരിച്ച് കിടക്കുന്നതാണ് ഉത്തമം. പുലർച്ചെ തന്നെ ബലിയിടാൻ പോകുക. നല്ല ഒഴുക്കുള്ള ജലത്തിൽ വേണം ബലിയിടാൻ. നേരത്തെ പറഞ്ഞതുപോലെ ബലിയിടുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണ് തിരുവല്ലം, തിരുനെല്ലി എന്നീ ക്ഷേത്രങ്ങൾ. അവിടെ ബലിയിടാൻ സാധിക്കും എങ്കിൽ അത് തന്നെയാണ് ഏറ്റവും ഉത്തമം. അതല്ലെങ്കിൽ കഴിവതും നല്ല ഒഴുക്കുള്ള ജലത്തിൽ ബലിയിടാൻ ശ്രദ്ധിക്കുക. കെട്ടിക്കിടക്കുന്ന ജലം ഉപയോഗിക്കരുത്. അതുകൊണ്ട് തന്നെ കടൽ ജലം ആണ് ഏറ്റവും ഉത്തമം. കഴിവതും പുതിയ വസ്ത്രം ധരിക്കുക. അതിന് സാധിക്കുന്നില്ല എങ്കിൽ അലക്കി വൃത്തിയാക്കിയ വസ്ത്രം ധരിക്കുക. വസ്ത്രത്തിന് മുകളിൽ ഒരു പുതിയ തോർത്തും ധരിക്കുക. ബലിക്ക് ശേഷം തൊഴുതു പ്രാർത്ഥിച്ച് തീർത്ഥം സേവിക്കണം. ഈ ചിട്ടവട്ടങ്ങളെല്ലാം പാലിച്ച് കർക്കിടക ബലി അർപ്പിക്കുന്ന ഓരോ വ്യക്തിക്കും തന്റെ കുടുംബത്തിലെ ദോഷങ്ങളെല്ലാം മാറി സകല ഐശ്വര്യങ്ങളും ഉണ്ടാവുകയും സന്തതി പരമ്പരകൾക്ക് അഭിവൃദ്ധി ഉണ്ടാവുകയും ചെയ്യും എന്നാണ് വിശ്വാസം.